उसके साथ नहीं चले। वे बातों में मशगूल थे। सब साथ थे, मजे में थे। कैटरीना उस पार गेहूं के खेत में जाकर गाने लगी। उसके गाने में इतनी कशिश थी कि सब खींचे चले आए। कुछ ने खेत से बालियां उचकाई। है, मैंने एक हाथ में उल्टा पकड़ा पौधा देखा। उसकी जड़ ऊपर थी जो फूलों की तरह लग रही थी। उसकी जड़ ऊपर थी जो फूलों की तरह लग रही थी। ऐसा कोई दृश्य आपने कभी कुछ अलग तरीके से महसूस किया? ये है मैत्तेओ, आधा फ्रेंच आधा इटालियन। मैत्तेओ स्लोवेनिया और इटली के बॉर्डर पर रहता है। हमारी मंडली का सबसे छोटा सदस्य। हम उसे बच्चा बच्चा बुलाते थे, पर जब वो संगीत बजाता तो जैसे समा बंध जाता था। अकॉर्डियन पर उसकी बजाय खूबसूरत धुनें हवाओं को थिरका देती थी। 46 ോടൊപ്പം നടന്നില്ല. അവർ തിരക്കിട്ട് സംസാരിക്കുകയായിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു. അവർ ആസ്വദിക്കുകയായിരുന്നു. കാതറിൻ തെരുവിന് എതിർവശത്തുള്ള ഗോതമ്പ് പാടത്തേക്ക് പോയി പാടാൻ തുടങ്ങി. അവളുടെ പാട്ട് വളരെ ആകർഷകമായിരുന്നു. എല്ലാവരും അതിൽ ആകൃഷ്ടരായി. ചിലർ വയലിൽ നിന്ന് കതിരുകൾ പറിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണോ? ഒരു കൈയിൽ തലകീഴായി പിടിച്ചിരിക്കുന്ന ഒരു ചെടി ഞാൻ കണ്ടു. അതിന്റെ വേരുകൾ മുകളിലായിരുന്നു, പൂക്കൾ പോലെ. അതിന്റെ വേരുകൾ മുകളിലേക്കുയർന്നു, പൂക്കൾ പോലെ തോന്നി. വ്യത്യസ്തമായ രീതിയിൽ അത്തരമൊരു കാഴ്ച നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇത് മാറ്റിയോ ആണ്. പകുതി ഫ്രഞ്ച്, പകുതി ഇറ്റാലിയൻ. സ്ലോവേനിയയ്ക്കും ഇറ്റലിക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് അവൻ താമസിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് അവൻ. ഞങ്ങൾ അവനെ ബേബി എന്ന് വിളിച്ചിരുന്നു. പക്ഷേ അവൻ സംഗീതം വായിക്കുമ്പോൾ അത് ഒരു യഥാർത്ഥ സ്ഫോടനം പോലെയായിരുന്നു. അവന്റെ മനോഹരമായ അക്കോർഡിയൻ മെലഡികൾ അന്തരീക്ഷത്തെ ഇളക്കി മറിച്ചു. दिन में हम जहाँ से भी गुजरते, लोग हमें शो का न्योता देते थे। एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती हैं, इसलिए नहीं आ पाएंगी। ये सुनकर मैत्तेओ ने वहीं खड़े होकर उनके लिए परफॉर्म किया। बालकनी में खड़ी महिला के लिए मैत्तेओ ने वहीं खड़े होकर परफॉर्म किया। यहाँ मैत्तेओ का कौन सा मनोभाव प्रकट होता है? मैं जैतून के एक पेड़ के नीचे बड़े से कैनवस पर चित्र बना रहा था। स्टेज भी वहीं था जहां परफॉर्मेंस हो रहे थे। अपने पसंदीदा पेड़ के नीचे बैठ मैं बड़ा खुश था। मुझे जैतून की पत्तियां बहुत सुंदर लगती हैं। मैंने उस शहर के चचर्चों को उल्टा बनाया, अपने पेन की तरह। मैं ये बना ही रहा था कि कैटरीना गाते गाते रोने लगी। उसी समय जैतून के कुछ पत्ते मेरी स्केचबुक पर गिरे। मुझे वो आंसू की तरह लगे। हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ था। हम सब तनाव में थे, पर പകൽ സമയത്ത് ഞങ്ങൾ കടന്നുപോയ എല്ലായിടത്തും ആളുകൾ ഞങ്ങളെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. ഒരു സ്ത്രീ തന്റെ ബാൽക്കണിയിലേക്ക് വന്ന് തനിക്ക് നടക്കാൻ കഴിയില്ലെന്നും അതിനാൽ വരാൻ കഴിയില്ലെന്നും പറഞ്ഞു. ഇത് കേട്ട് മാറ്റിയോ അവിടെ നിന്നുകൊണ്ട് അവർക്കു വേണ്ടി പരിപാടി അവതരിപ്പിച്ചു. ബാൽക്കണിയിൽ നിൽക്കുന്ന സ്ത്രീക്ക് വേണ്ടി മാറ്റിയോ അവതരിപ്പിച്ചു. മാറ്റിയോ ഇവിടെ എന്ത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്? ഒരു ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ ക്യാൻവാസിൽ ഞാൻ ചിത്രം വരയ്ക്കുകയായിരുന്നു. പ്രകടനങ്ങൾ നടന്നിരുന്നതും ആ വേദിയിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഒലിവ് ഇലകൾ വളരെ മനോഹരമായി എനിക്ക് തോന്നുന്നു. ആ നഗരത്തിലെ പള്ളികൾ ഞാൻ തലകീഴായി വരച്ചു, എന്റെ പേന പോലെ. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാതറീന പാട്ടുപാടുന്നതിനിടയിൽ കരയാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ സ്കെച്ച് ബുക്കിൽ കുറച്ച് ഒലിവ് ഇലകൾ വീണത്. അവ എനിക്ക് കണ്ണുനീർ പോലെ തോന്നി. ഞങ്ങളുടെ കഴിഞ്ഞ പ്രകടനം നന്നായി പോയില്ല. ഞങ്ങൾ എല്ലാവരും സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ Part 3 coming soon.